ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. രവി ചാനലിലേക്ക് അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ലാലേട്ടനും മമ്മൂക്കയും 18 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ബാക്ക് ടു സ്ക്രീനിൽ അഭിനയിക്കുന്ന പേട്രിയറ്റ് എന്ന സിനിമ ഇന്ന് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. വണ്ടി എടുത്ത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് 9:15 ഷോ, ഫസ്റ്റ് ഷോ. അങ്ങനെ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. പേട്രിയറ്റ് ഡയറക്റ്റഡ് ബൈ മഹേഷ് നാരായണൻ. അപ്പോൾ സിനിമ കണ്ടതിന് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഈ സിനിമ കണ്ടതിന് എനിക്ക് രണ്ട് തരം രീതിയിലാണ് അഭിപ്രായം പറയുന്നത്. ഒന്ന്, ഈ സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഒരു അത്യാവശ്യം കൊള്ളാം, കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടം തന്നെയാണെന്ന് പറയാം. ഇനി രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ലാലേട്ടനും മമ്മൂക്കയും 2020 എന്ന സിനിമയ്ക്ക് ശേഷം 18ഓളം വർഷങ്ങൾക്ക് ശേഷം ബാക്ക് ടു സ്ക്രീനിൽ രണ്ടുപേരും ഒരുമിച്ച് കണ്ട എൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ എപ്പിക് റിയൂണിയൻ ഓഫ് ബിഗൻസ്. കാരണം അവർ രണ്ടുപേരും സ്ക്രീൻ കാണിച്ചത് മാത്രമല്ല, ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ മമ്മൂക്കയാണ് കൊണ്ടുപോയെന്ന് പറയാം. കാരണം ഈ സിനിമയുടെ കണ്ടന്റ് അത്യാവശ്യം നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ മഹേഷ് നാരായണനെ കൊണ്ട് സാധിച്ചു എന്ന് ഞാൻ എടുത്ത് പറയാം, തീർത്തും പറയാം. പക്ഷെ നെഗറ്റീവായിട്ട് തോന്നിയെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിതിൻ്റെ എനിക്കിത് പോസിറ്റീവ്സ് നെഗറ്റീവായിട്ട് തോന്നിയായിരുന്നു ഞാൻ എടുത്ത് പറയാം. ആദ്യം ഞാൻ നെഗറ്റീവ് പറയാനാണെങ്കിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റും പിന്നെ സ്റ്റോറി പ്രെഡിക്റ്റബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഡ്യൂറേഷൻ 3 മണിക്കൂറുണ്ട് ഈ പടം. അതൊന്നും അല്പം കുറയ്ക്കാമായിരുന്നു തോന്നി. പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ ഒരു തുടക്കമൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ ഒരു 30-40 മിനിറ്റ് കഴിഞ്ഞ ശേഷം എനിക്ക് ഇടയ്ക്ക് എവിടെയോ നല്ല ലാഗ് അനുഭവപ്പെട്ടു. അല്ലാതെ ഓവറോൾ ഇത് കൊള്ളാം, ഒരു ഡീസൻറ്റ് ഫസ്റ്റ് ഹാഫ് എന്ന് എനിക്കെടുത്ത് പറയാം. അതിനേക്കാളും ഒരുപടി മോളി മികച്ചു നിന്നത് സെക്കൻഡ് ഹാഫ്. പ്രത്യേകിച്ച് ലാലേട്ടൻ, മമ്മൂക്ക ഫസ്റ്റ് ഹാഫ് ഉണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് ലാലേട്ടൻ്റെ ആയിരുന്നു. പുള്ളിയുടെ എൻട്രി തൊട്ട് പുള്ളിയുടെ ഒരു ആ ക്യാമിയ റോൾ തകർത്തു. പിന്നെ പ്രത്യേകിച്ച് അവർ രണ്ടുപേരും സ്ക്രീൻ കാണിച്ചപ്പോൾ തിയേറ്ററിൽ ഒരു കുലുക്കിയെന്ന് പറയാം ആ സീനൊക്കെ. പ്രത്യേകിച്ച് അവർ രണ്ടുപേരും കാണിക്കുന്ന സീൻ, പ്രത്യേകിച്ച് അവരുടെ കോംബോ, അതുപോലെ അവരുടെ രണ്ടുപേരുടെ പെർഫോമൻസ് വൈസും എല്ലാം കൊണ്ട് എനിക്ക് മികച്ചതെന്ന് പറയാം. പിന്നെ സിനിമയുടെ മഹേഷ് നാരായണൻ്റെ സ്ഥിരം സ്റ്റൈൽ മേക്കിങ്ങും അതുപോലെ ടെക്നിക് സൈഡും ഒക്കെ മികച്ചു നിന്നിട്ടുണ്ട്. പിന്നെ സുശീൽ ശ്യാമിൻ്റെ മ്യൂസിക് BGM കൊള്ളാം, എന്നാൽ അത്യാവശ്യം വർക്കായി. മ്യൂസിക് ജസ്റ്റ് ഓക്കെ, പക്ഷെ BGM കിടുവാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞത്. ഓവറോൾ പിന്നെ വേറൊരു കാര്യം, മമ്മൂക്കയും ലാലേട്ടനും കൂടാതെ ചാക്കോച്ചനും ഫഹദ് ഫാസിലും ഈ സിനിമയിൽ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഫഹദ് ഫാസിൽ കുറേ നാൾക്ക് ശേഷമാണ് ഒരു നല്ലൊരു റോൾ കൊടുത്ത് അത് നല്ല നീറ്റായിട്ട് ചെയ്തത്. പിന്നെ ചാക്കോച്ചൻ ആസ് യൂഷ്വൽ അറിയാമല്ലോ, പുള്ളി നന്നായിട്ട് കൈകാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ മറ്റു താരങ്ങളുടെ ക്യാരക്ടേഴ്സൊക്കെ പറയാനാണെങ്കിൽ എല്ലാവരും അവരുടെ റോൾ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്, ഒരു വർത്ത് വാച്ച് എന്ന് പറയാം ഈ സിനിമ. എന്നാൽ വലിയ അമിത എക്സ്പെക്റ്റേഷൻ കൊടുത്ത് പോകരുത് എന്ന് ഞാൻ എടുത്ത് പറയാം. കാരണം ഇതിൽ അധികം വലിയ മാസ് എലമെൻറ്റ്സ് ഒന്നുമില്ല, പക്ഷെ നല്ല ഫൈറ്റൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലുള്ള ആ കാർച്ചി സീനും അതുപോലെ ഹോസ്പിറ്റലിലെ ലാലേട്ടൻ്റെ ഫൈറ്റ് രംഗമൊക്കെ കിട്ടുമായിരുന്നു. ഇതിൽ ഫൈറ്റൊക്കെ വളരെ ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻ്റർവെൽ ഫൈറ്റും അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓവറോൾ മൊത്തത്തിൽ എനിക്ക് ഈ സിനിമ ഒരു തിയേറ്റർ തന്നെ പറ്റുമെങ്കിൽ ഫാമിലിയായിട്ട് തന്നെ പോയി കാണാൻ പറ്റുന്നൊരു പടം എന്നാണ് ഞാൻ അടുത്ത് പറയാം. എന്നാൽ വലിയൊരു അമിത എക്സ്പെക്റ്റേഷൻ കൊടുക്കാതെ ഈ ഒരുപാട് മാസ് എലമെൻറ്റ്സ് ഒന്നും പ്രതീക്ഷിച്ച് കയറരുത്. എന്നാൽ അത്യാവശ്യം വൗ ഫാക്ടർ എലമെൻറ്റ്സ് ഉണ്ട്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ്റെ എൻട്രി തൊട്ട് പിന്നെ അങ്ങോട്ട് വൗ ഫാക്ടർ സംഭവങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഓവറോൾ എനിക്കിത് എന്നെ സംബന്ധിച്ച് എനിക്കിത് വളരെ ഓക്കെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു.
അത്രേ ഉള്ളൂ. അപ്പോൾ പേട്രിയറ്റ് എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5-ൽ 4. അപ്പോൾ സിനിമ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നിയ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. അപ്പം ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന വേറെ കാര്യം, പിന്നെ ഈ സിനിമയ്ക്ക് സോഷ്യൽ മീഡിയ നല്ല സ്പോയിലിംഗ് വരാനുള്ള ചാൻസ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. കാരണം കുറേ ഡീഗ്രേഡിങ് നടക്കുന്ന കുറേ ഫാൻസുകാരുണ്ട്. അവരെ സൂക്ഷിക്കണം. അവർ ഫേസ്ബുക്കിൽ ഈ തിയേറ്ററിൽ ഓരോ സീൻ അല്ലെങ്കിൽ ഈ സിനിമയിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം സ്പോയിൽ ചെയ്ത് ഇടും. ചിലപ്പോൾ സ്പോയിലർ പോസ്റ്റോ അങ്ങനെ, അല്ലെങ്കിൽ വല്ല ഇൻസ്റ്റയിൽ റീൽസോ വല്ല റീലിട്ട് അങ്ങനെ വല്ല സ്പോയിൽ ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ മാക്സിമം നിങ്ങൾ സോഷ്യൽ മീഡിയ അധികം കാണാതെ നിങ്ങൾ ഈ പടം എന്തായാലും പോയി ടിക്കറ്റ് എടുത്ത് കാണാം. എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് തരാം, ലാലേട്ടൻ്റെ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തായാലും ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്നൊരു പടം തന്നെയത്. ആസ് എ ഹോൾ അത് എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അല്ലാതെ ലാലേട്ടനും മമ്മൂക്കയും തമ്മിലുള്ള സീൻസ് പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് എന്തായാലും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. അല്ലാതെ മാസ് എലമെൻസോ വലിയ ഒരു മാരക സംഭവം എക്സ്പെക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ തികച്ചും നിരാശപ്പെടും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ആസ് ഓഫ് ഓൾ ഞാനിപ്പോൾ പറയുന്നത് തികച്ചും എൻ്റെ ഒരു വ്യക്തിപരമായ ഒപ്പീനിയനാണ്. എൻ്റെ അഭിപ്രായമായിരിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം. ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് പറയാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് പടം കണ്ടിരിക്കാം, ഒരു ഡീസൻറ്റ് മൂവി എന്ന് ഞാൻ എടുത്ത് പറയാം. അത്രേ ഉള്ളൂ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്കായിട്ട് വരാം. അതുവരെയും